നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കളമശ്ശേരിയിൽ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരാഴ്ചക്കിടെ 28 കേസുകളാണ് സ്ഥിരീകരിച്ചത്. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം മാനങ്ങത്ത് അനന്തു കൃഷ്ണനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കളമശ്ശേരിയിൽ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരാഴ്ചക്കിടെ 28 കേസുകളാണ് സ്ഥിരീകരിച്ചത്. 10 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ നഗരസഭ ഊർജിതമാക്കി. ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സുകളിലെ പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. അതേസമയം എറണാകുളം വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ചികിത്സ നൽകി നിരീക്ഷണത്തിലാക്കി. കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ആരോഗ്യവകുപ്പ്. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടിപ്പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ആഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. ഒരാഴ്ചക്കിടെ പാലപ്പള്ളി മേഖലയിൽ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും ആക്രമിച്ചു കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടത്. കാർ യാത്രക്കാർ കണ്ട പുലിയല്ല ഇന്നലെ വനപാലകരുടെ മുന്നിൽ പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. ഇത്തവണ കണ്ട പുലി വലിപ്പമുള്ളതാണെന്നാണ് പറയുന്നത്. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ടെന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. മലക്കപ്പാറ ആതിരപ്പിള്ളിയിൽ ഭീതി പരത്തി കാട്ടാന. കഴിഞ്ഞ ദിവസം രാത്രി റോഡിലൂടെ പോകുകയായിരുന്ന കാറിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് കാർ യാത്രികർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അസമയം സർവീസ് നടത്തിയ KSRTC മലക്കപ്പാറ ബസ്സിലുള്ള യാത്രക്കാരാണ് കാറിന് പിന്നാലെ കാട്ടാന പായുന്ന ദൃശ്യം പകർത്തിയത്. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ അനന്തു കൃഷ്ണനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം അന്തിക്കാട് മാങ്ങാട്ടുകരയിലാണ് വാടക വീട്ടിൽ താമസം. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കളമശ്ശേരിയിൽ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരാഴ്ചക്കിടെ 28 കേസുകളാണ് സ്ഥിരീകരിച്ചത്. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കടന്നൽ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം മാനങ്ങത്ത് അനന്തു കൃഷ്ണനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.